സജി എന്താണ്? അല്ലല്ലോ ഞാനാണ് എടുത്ത് വെച്ചത്. നീ എവിടെ പോയി? ഞാൻ എവിടെ പോയാ നിനക്ക് ക്ലീറ്റോ ചേട്ടാ, ഞാൻ ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞല്ലേ ഏട്ടനും സജിയും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്, എങ്ങോട്ടും പോകരുതെന്ന്. ക്ലീറ്റോ ചേട്ടൻ എന്താ പറഞ്ഞു? ഇവിടെ കിടക്കാൻ പോണെന്നല്ലേ പറഞ്ഞത്? എങ്ങോട്ടാ പോയത്? നല്ല പരിപാടി തന്നെ. ആ കണ്ട അവര് ഒരു മഴന്ന് പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ? ഞാൻ അതിനകത്ത് തന്നെ അടയിരുന്ന. അവരിവരുമല്ല, നീ ഉടായ്പ കാണിച്ച് 10,000 രൂപ പറ്റിച്ച സജിയാ വരെന്ന് പറഞ്ഞത്. 10,000 രൂപ നീ പറ്റിച്ച്. പിന്നെ ഞാൻ 10,000 രൂപ പറ്റിച്ചേട്ടാ സജി. പിന്നെ ഇന്റർവ്യൂല് എന്ന് പറഞ്ഞല്ലേ അണ്ണ എന്റെ 10,000 രൂപ മേടിച്ച? 10,000 രൂപ മേടിച്ചു. ആ നീ ഇന്റർവ്യൂവിന് പോയാ? 3 ദിവസമാണ് പോയത്. എവിടെ പോയി നീ 3 ദിവസം? ആ ജമുന ഡയറി ഫാമിന്റെ അവിടെ പോയി നിന്നു ഓഫീസിൽ. 3 ദിവസം നീ പോയാ? 3 ദിവസം ഞാൻ അവിടെ പോയി നിന്നണ്ണ. സജി നീ 3 ദിവസം പോയി എത്ര സമയം അവിടെ നിന്നു? ഒരു അരമണിക്കൂറോളൊക്കെ നിന്നാണ്. എത്ര? ഒരു അരമണിക്കൂറോളം നിന്നാണ്. അരമണിക്കൂർ നിന്ന്. അപ്പം നിനക്ക് ഇന്റർവ്യൂവിന് പോകാൻ ജോലിക്കായിട്ട് നീ പോയാൽ അരമണിക്കൂർ നിനക്ക് നിൽക്കാനുള്ള ക്ഷമ ഉണ്ടായുള്ളൂ അല്ലേ? ഇല്ലേ ഇല്ലേ? അടച്ചിട്ടേക്കണ ഓഫീസിന്റെ പിന്നെ എത്ര നേരം നിൽക്കും ഒരു മനുഷ്യൻ? എടാ നിനക്ക് ജോലി വേണം, നിന്റെ ആവശ്യമാണ്, നിന്റെ കുടുംബം പോറ്റാനാണെന്നുണ്ടെങ്കിൽ നീ അരമണിക്കൂർ മാത്രമായിട്ട് അവിടെ നിൽക്കുക. നീ കാത്തു നിൽക്കുമായിരുന്നു. എന്തിനാ പൂട്ടി കിടക്കണല്ലോ അവിടെ? എടേ ആ പൂട്ടിക്കിടക്കുന്ന സ്ഥാപനത്തിൽ സ്ഥിരമായിട്ടൊരാളെ വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്റർവ്യൂ വെച്ചേക്കണത്. അപ്പോൾ അതിന് ഇന്റർവ്യൂവിനുള്ള ആൾക്കാർ അവരുടെ സൗകര്യത്തിനല്ലേ വരുള്ളൂ, അല്ലാതെ സജിയുടെ സൗകര്യത്തിന് വരുമോ? സജി അവിടെ കാത്തു നിൽക്കണം ആ ജോലി വേണമെന്നുണ്ടെങ്കിൽ. സജിക്ക് വേണ്ട, അതിപ്പോൾ വേറെ ആണുങ്ങൾക്ക് കിട്ടി. സാറേ ആ കിട്ടി, വാമനെ ജോലി കിട്ടി. വലിയ സന്തോഷം. ജോലി കിട്ടി. ഈ കൊച്ചിനാണോ കിട്ടിയത്? കിട്ടി. കിട്ടി സാറിന് സന്തോഷം. കാല് തൊട്ട് ഇതൊക്കെ നല്ല പിള്ളേർ എന്താ ഇങ്ങനെയാണ്. അവന് കുടുംബം പോരണമെന്നുണ്ട്, അവന് ആവശ്യമുണ്ട്, അതുകൊണ്ട് അവൻ ഇന്റർവ്യൂവിനും ഉച്ച ഊണും കെട്ടിപ്പോയില്ലേ മോൾ. അതുകൊണ്ട് ഈ പയ്യനാണ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അവൻ ആ 10,000 രൂപ ഞാൻ അവിടെ കൊടുക്കാതൊക്കെ ഏറ്റിരുന്നു. അപ്പോൾ അനീഷ് ഒരു കാര്യം ചെയ്യണം, ഈ പയ്യൻ ആ പൈസ അങ്ങ് കൊടുക്കണം കേട്ടാ. ഇത് നമ്മളെ വേണ്ടപ്പെട്ടൊരു പയ്യൻ തന്നെ. ഞാനൊരു കാര്യം ചെയ്യാം, ഇനി നിന്റെ പൈസ തരാൻ നാളെ ഏറ്റിട്ടുണ്ട്. ഇനി പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എങ്ങാനും വന്ന സജി എൻ്റെ വിധം മാറും. ഇപ്പം സജിയുടെ നമ്പർ ഞാൻ നിനക്ക് വാട്സപ്പ് ഇട്ടുതരാം, നിന്റെ നമ്പർ സജിക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗൂഗിൾ പേ വേണോ കയ്യിൽ വേണോ? പിന്നെ അതിനിടയ്ക്ക് കിടന്ന് വിളിക്കല്ലേ, ബാമ ഇട്ട് തരും. അപ്പോൾ അനീഷൻ മോനെ, ഇനി നിങ്ങൾ തമ്മിൽ ഇടപാടുകളായിക്കോളൂ. എന്നെ എൻ്റെ ഇടയിൽ വലിച്ചിടയ്ക്കല്ലേ. എനിക്ക് ഒന്നാമത് തന്നെ തലവേദനയാണ് കേട്ടാ. പട്ടിണിയിൽ ആണ്ട് കിടന്നൊരു കുടുംബത്തിനെ ക്ലീറ്റോ സാർ രക്ഷിച്ച എന്റെ കണ്ണിൽ ഉണ്ണിയാണ് ക്ലീറ്റോ സാർ. വലിയ ഉപകാരം സാറേ, വലിയ ഉപകാരം. മക്കളെ ചെല്ലടാ, നല്ല ജോലിയൊക്കെ കിട്ടി നല്ല മിടുക്കനായിട്ട് കേട്ടാ. ശരി. അല്ല ഈ ജോലി കിട്ടിയതിന്റെ സന്തോഷത്തില് മധുരം എന്തൊക്കെയോ കൊണ്ടുവന്ന് ഈ തിരക്കിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോയതാണ്. എന്താ ഇങ്ങനെയുള്ള മിടുക്കന്മാര് അതിന് അവരെടുത്തോളൂ. മഞ്ഞ ലഡുവാണ് മാത്രം, മഞ്ഞ ലഡു എല്ലാവർക്കും ഉണ്ട്. മധുരം കഴിച്ച സജി എന്നാ കഴിക്കാം, അവന്റെ സന്തോഷത്തിൽ പങ്കുചേരും. അങ്ങനെ ഇങ്ങനെ ലഡു കഴിക്കാനേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിയാൽ മതി. ചേച്ചി ഓക്കെടാ, എന്നാ ശരി കേട്ടാ. എടുക്കി മധുരം ഞാൻ വെച്ചോ. കണ്ടാ കർമ്മധീരനായ ചെറുപ്പക്കാരൻ പോയത് കണ്ടാ. ലഡു എങ്ങനെ ഉണ്ടോ? കൊള്ളാം, നല്ല മധുരമുണ്ട്. നീ ഇങ്ങനെ മധുരം കഴിച്ചോണ്ടങ്ങ് നില്ലടാ, നിനക്കിതിന് കൊള്ളാവൂ. നിന്നെ നാണമില്ല. ഇനിയിപ്പോ കടയിൽ തന്നെ നിക്ക് ചൂരാൻ വെട്ടി. കഷ്ടം. അതൊക്കെ ഇനി എന്തിനാന്ന് പോട്ടെ. ഒരു ഭാരം അങ്ങ് ഇറങ്ങിയേ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇവന്റെ എന്നൊക്കെ പോലുള്ള ഇങ്ങനെ ശല്യം. ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായില്ലേ മോളെ? സത്യമായിട്ട് എനിക്ക് ഇത്രയും സമയം ക്ലീറ്റോച്ചനോട് ദേഷ്യമായിരുന്നു. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, സജിക്ക് ഇത് തന്നെ കിട്ടണം. അത് തന്നെ. അടിപൊളിയായിരുന്നേ, സൂപ്പർ. ഒരു കാര്യം മാത്രം അവൻ മറന്നു പോയെന്നാണ്, ആ മധുരം കൊടുക്കുന്ന കാര്യം മാത്രം അവൻ മറന്നു പോയെന്നാണ്. പിന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. കണ്ടുപിടിച്ചളഞ്ഞെൻ്റെ പോലീസുകാരാളിയൻ. ഇത് ഞാൻ മനഃപൂർവ്വം എല്ലാം അറേഞ്ച് ചെയ്ത് തന്നെയാണ്. ഞാൻ ഉടായ്പ നീയൊക്കെ പറയൂലേ, ഞാൻ ഇത്തിരി ഉടായ്പ കാണിച്ചെന്നെ ഇത്. ഞാൻ എൻ്റെ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കും? 2 ദിവസം കഴിയുമ്പോൾ സജി അവനെ വിളിക്കും. അപ്പോൾ അവൻ ദുബായിലെത്തും. പിന്നെ സജി കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല കേട്ടാ. ഇനി നിനക്ക് അത്ര വിഷമം ഉണ്ടെങ്കിൽ നീ കൊടു സജി.